ഈ പെണ്ണ് വാർഡന്റെ കണ്ണിൽപ്പെടാതെ വിൻഡോ വഴി ഹോസ്റ്റൽ റൂമിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. പക്ഷെ അവൾ റൂമിനകത്തേക്ക് കയറുന്നതിനുള്ളിൽ വാർഡൻ അവിടേക്ക് ചെക്കിങ്ങിനായി വരുന്നു. ആക്ച്വലി ആ ഹോസ്റ്റലിന്റെ വാർഡൻ വളരെയധികം സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ടാണ് അവൾ പിടിക്കപ്പെടാതിരിക്കുന്നതിനായി വളരെയധികം കഷ്ടപ്പെട്ട് മുകളിലേക്ക് കയറിയത്. അതേസമയം വാർഡൻ അവിടെ വളരെയധികം സ്ട്രിക്റ്റ് ആയി ചെക്ക് ചെയ്യുന്നു. ഭാഗ്യത്തിന് വാർഡന്റോടൊപ്പം അറ്റൻഡൻസ് എടുക്കാൻ വന്ന പെണ്ണ് ലിന്നിനെ കാണുന്നു. ഉടനെ അവൾ ലിന്നിനെ വേഗം തന്നെ റൂമിലേക്ക് പോകാൻ പറഞ്ഞു വാൺ ചെയ്യുന്നു. കാരണം കുറച്ചു സമയത്തിനുള്ളിൽ തന്നെ വാർഡൻ ലിന്നിന്റെ റൂമിലെത്തും. അതുകൊണ്ട് ലിൻ പുറത്തുകൂടി തന്നെ അവരുടെ റൂമിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങുന്നു. അതേസമയം അറ്റൻഡൻസ് എടുക്കാൻ വന്ന പെണ്ണ് ലിന്നിന്റെ റൂമിൽ വന്ന് നോക്കുമ്പോൾ ലിൻ ഇതുവരെ റൂമിനകത്ത് കയറിയിട്ടില്ല. അപ്പോൾ വാർഡൻ അടുത്ത റൂമിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. അത് കണ്ട് ഷോക്കായ ആ പെണ്ണ് ലിന്നിനെ രക്ഷിക്കുന്നതിനായി വേഗത്തിലോടി വന്ന് വാർഡന്റെ ദേഹത്തിടിക്കുന്നു. അതിനുശേഷം ഇവിടെ ഒരു എലിയുണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നു. അത് കേട്ട ഉടനെ ഹോസ്റ്റലിലെ എല്ലാ പെൺകുട്ടികളും പേടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. ആ സമയം ലിന്നിന്റെ റൂംമേറ്റ്സ് അവളെ അകത്തേക്ക് വലിച്ചു കയറ്റുന്നു. അതിനുശേഷം മിന്നൽ വേഗത്തിൽ അവളെ നൈറ്റ് ഡ്രസ് ഇടിയിക്കുന്നു. അതേസമയം വാർഡൻ ശബ്ദമുയർത്തിയതും എല്ലാ പെൺകുട്ടികളും സൈലന്റ് ആവുന്നു. ശേഷം അവർ ആ പെണ്ണിനോട് നീ കണ്ട എലിയെ കണ്ടുപിടിക്കാതെ റൂമിലേക്ക് പോകാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് ലിന്നിന്റെ റൂമിലേക്ക് വരുന്നു. അപ്പോഴേക്കും ലിന്നും റൂംമേറ്റ്സും വാർഡന് സംശയം തോന്നാത്ത രീതിയിൽ പ്രിപ്പയർ ആയി നിൽക്കുന്നു. എന്നാലും ലിൻ ഭയങ്കരമായി വേർതിരിക്കുന്നത് വാർഡൻ ശ്രദ്ധിക്കുന്നു. ഭാഗ്യത്തിന് ലിൻ താൻ തുണി അലക്കുകയായിരുന്നു എന്ന് പറഞ്ഞ് വാർഡനെ ഹാൻഡിൽ ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ഇവരുടെ ഹോസ്റ്റൽ ഒരു റൂമിൽ 3 സ്ട്രൈക്ക് വാങ്ങിയാൽ ആ റൂമിലെ എല്ലാവരും പുറത്താക്കും. ലിന്നിന്റെ റൂമിൽ ഓൾറെഡി 2 സ്ട്രൈക്ക് ഉണ്ട്. അതുകൊണ്ട് ഇനി അവർക്ക് ഒരു ചാൻസ് മാത്രമേ ഉള്ളൂ എന്ന് ഓർമ്മിപ്പിച്ച് വാർഡൻ അവിടെ നിന്ന് പോകുന്നു. ഈ വീഡിയോ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾ കാണുന്നെങ്കിൽ നിങ്ങളുടെ വാർഡനും ഇങ്ങനെയാണോ എന്ന് താഴെ കമന്റ് ചെയ്യോ. എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും.